നാഷണൽ ഹൈവേയുടെ ചില ഭാഗങ്ങളിൽ പുതിയ നിർമ്മാണം നടക്കുന്നിടത്ത് ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ അത് എന്തോ LDFിൻ്റെ പഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ രംഗത്ത് വരാൻ തയ്യാറാകുന്നുണ്ട്. അത് ശരിയാണ്. LDFിന് സാധാരണഗതിയിൽ അതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാം. എങ്ങനെ? ഞങ്ങൾ ഇട്ടേച്ചു പോയൊരു പണി, ഞങ്ങൾ ഉപേക്ഷിച്ച നിലയിലെത്തിച്ച ഒരു കാര്യം നിങ്ങളെന്തിന് യാഥാർത്ഥ്യമാക്കാൻ പോയി എന്ന് LDFിനോട് ചോദിക്കാം. നിങ്ങൾ ഈ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത് കൊണ്ടല്ലേ ഈ റോഡിങ്ങനെ പണിയാനിടയായത്? റോഡ് പണിതത് കൊണ്ടല്ലേ ഈ പറയുന്ന ചില അപകടം ചിലയിടത്ത് സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിരുന്നില്ലെങ്കിൽ റോഡ് പണി ഉണ്ടാകില്ലല്ലോ. ആ അർത്ഥത്തിൽ ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാം. പക്ഷേ ആ ഉത്തരവാദിത്വം ഒരു നാടിൻ്റെ മുന്നോട്ട് പോക്കിന് ഞങ്ങൾ നിർവഹിക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതിൽ യാതൊരു പിഴവും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. ആ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ആ മുതൽ ക്ഷ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവർക്കതിന് പ്രത്യേകമായ സജ്ജീകരണങ്ങളുണ്ട്. അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ ഇല്ല. എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് തന്നെ അവിടെ നാഷണൽ ഹൈവേയുടെ ചുമതല വഹിക്കുന്ന വകുപ്പ് തന്നെ ഫലപ്രദമായി ഇടപെടുന്നു എന്ന വാർത്തകൾ ഇന്ന് വന്നിട്ടുള്ളത്. ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വല്ലാത്ത വാസനയുള്ളവർക്ക് കിട്ടിപ്പോയൊരവസരം നാഷണൽ ഹൈവേയിൽ ചിലയിടത്ത് ചില അപകടം ഉണ്ടായല്ലോ, അപ്പോൾ ഇവരുടെ കൊള്ളരുതായ്മയല്ലേ, ഇവർക്കല്ലേ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയാൻ, എന്തും പറയാൻ ശേഷിയുണ്ട് എന്നുള്ളത് കൊണ്ട് സാധാരണ ചൊല്ലുണ്ടല്ലോ, എല്ലാം പറയാം മഹത, എന്തും പറയാം വഷളാന്ന്. അപ്പോൾ ആ ഒരു അവസ്ഥ വെച്ച് എന്തും പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിക്കുന്ന നിലയാണ് എന്നതേ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ LDFിന് അതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. ആ വർക്ക് നല്ല നിലക്ക് നടക്കണം, വീഴ്ചകൾ പറ്റിയത് പരിഹരിച്ചു പോകണം, ആ വീഴ്ചയായി കണ്ടുകൊണ്ട് നടപടികളിലേക്ക് കടക്കണം. അതെല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ്. അത് അവർ നിറവേറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെയും ചിന്തിക്കേണ്ട കാര്യം, ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ യാത്ര ചെയ്താൽ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നല്ല രീതിയിൽ നടക്കുന്നതായിട്ട് കാണാൻ കഴിയും. ആ നില LDF അല്ല 2016 അധികാരത്തിലിരുന്നെങ്കിൽ തുറന്നുള്ള ഈ 9 വർഷവും LDF ആയിരുന്നില്ല എങ്കിൽ ഉണ്ടാകുമായിരുന്നോ? ഉറപ്പാണ് ഉണ്ടാകുമായിരുന്നില്ല എന്ന്. അതല്ലേ വസ്തുത. നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരുപാട് തവണ സംസ്ഥാന ഗവൺമെന്റിന്റെ ആളുകളെ സമീപിച്ചു. ഒന്നും ചെയ്യാൻ തയ്യാറില്ല, ഭൂമി ഏറ്റെടുത്ത് കൊടുക്കില്ല. അവസാനം അവരും നാടുവിട്ടു. ഞാൻ ദീർഘമായി പറയുന്നില്ല, അവരെയും തിരിച്ചു വിളിച്ചു 2016. ഇപ്പോ നേരത്തെ ആ ലൈൻ പൂർത്തിയായി. ഇപ്പോ നമ്മുടെ അടുക്കളയിലടക്കം, പല പട്ടണങ്ങളിലെയും അടുക്കളയിലടക്കം ആ ഗ്യാസ് പാചകവാതകമായിട്ട് എത്തുകയാണ്. നമ്മുടെ ഫാക്ടറികളിൽ ഇന്ധനമായിട്ട് എത്തുകയാണ്. നാടിൻ്റെ പുരോഗതിക്ക് വലിയ തോതിൽ സഹായിക്കുന്നൊരു പദ്ധതി. നമ്മുടെ വൈദ്യുതി രംഗം, എടമൺ കൊച്ചി പവർ ഹൈവേ നമ്മുടെ കേരളത്തിന് ഒഴിച്ചുകൂടാത്തൊരു പവർ ഹൈവേ ആയിരുന്നു. ആ പണി കോട്ടയം വരെ എത്തി. കോട്ടയത്തെത്തിയപ്പോൾ അത് നിന്നു. കാരണം ചിലർ തടഞ്ഞു. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഗവൺമെന്റ് നേതാക്കളെ പോയി കണ്ടു, അനക്കമില്ല, അവരും നാടുവിട്ടു. അപ്പോ ആ പണി ഉപേക്ഷിച്ച മട്ടായി.
2016 LDF സർക്കാർ അവരെ തിരിച്ചു വിളിച്ചു, പണി നടത്താൻ പറഞ്ഞു. പണി നടത്താൻ ചെന്നപ്പോ ആ തടഞ്ഞവര് വീണ്ടും രംഗത്ത് വന്നു. കാരണം അവർ കുറച്ച് കേമന്മാരാണ്, അവർ തടഞ്ഞു. പക്ഷേ അവർക്ക് മനസ്സിലായി സർക്കാർ എന്താണെന്ന്. ഇപ്പോ ആ ലൈനിലൂടെ ഇപ്പോഴല്ല, നേരത്തെ മുതൽക്ക് നല്ല രീതിയിൽ വൈദ്യുതി പ്രവഹിക്കുന്നു. ഇതാണ് അവസ്ഥ. ഇവിടെയാണ് 2016 ജനങ്ങൾ ചൊല്ലിയ ചൊല്ല് നാം ഓർക്കേണ്ടത്. LDF വരും, എല്ലാം ശരിയാകും. ആ ചൊല്ല് യഥാർത്ഥ ചൊല്ലായി മാറ്റി എന്നതാണ് LDF സർക്കാരിന്റെ അവസ്ഥ. ഈ ഓരോ രംഗത്തും വന്ന മാറ്റം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എല്ലാറ്റിലേക്കും ഞാനിപ്പോൾ പോകുന്നില്ല. ഇവിടെ നമ്മുടെ വികസനം തറച്ചു നിൽക്കുകയല്ല. നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനം നല്ല രീതിയിൽ ഉറപ്പാക്കാനുള്ള നടപടികൾ, ഒരു ഭാഗത്ത് തീരദേശ ഹൈവേ, മറ്റൊരു ഭാഗത്ത് മലയോര ഹൈവേ, രണ്ടിനും കൂടി 10,000 കോടി രൂപ സംസ്ഥാനമാണ് ചെലവിടുന്നത്. സംസ്ഥാനം ചെലവിട്ടാണ് ആ റോഡുകൾ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. നമ്മുടെ ദേശീയ ജലപാത ഏതാനും മാസങ്ങൾ വളരെ ചുരുക്കാവും, ഇതിലൂടെ നമ്മുടെ കനാലിലൂടെ ബോട്ട് സഞ്ചരിക്കുന്ന അവസ്ഥയിലേക്ക് മാറും. കോവളം മുതൽ ബേക്കൽ വരെയുള്ള പാത നല്ല തോതിൽ ഒരു ഭാഗം ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ വലിയ തോതിലുള്ള പുരോഗതിക്ക് വഴിവെച്ചിട്ടുള്ളതാണ്. നമ്മുടെ റോഡുകൾ, നമ്മുടെ പാലങ്ങൾ, നമ്മുടെ ഫ്ലൈ ഓവറുകൾ, നമ്മുടെ ഓവർ ബ്രിഡ്ജുകൾ എല്ലാം ഇന്ന് നല്ല രീതിയിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പശ്ചാത്തല സൗകര്യ രംഗത്ത് വലിയ കുതിപ്പ് നമുക്ക് നേടാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടൊപ്പമാണ് വികസന കാര്യങ്ങളോടൊപ്പം ക്ഷേമപ്രവർത്തനങ്ങളിലും നാം ശ്രദ്ധിക്കുന്നത്. 2016 LDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ നമ്മുടെ കേരളത്തിലെ ക്ഷേമ പെൻഷൻ കടലാസിൽ 600 രൂപയായിരുന്നു. എന്തുകൊണ്ടാണ് കടലാസിൽ 600 രൂപ എന്ന് പറയുന്നത്? ഞങ്ങൾ അധികാരത്തിലേറി ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേരാൻ ചെല്ലുകയാണ്. അപ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശിക എത്രയുണ്ട് എന്ന് നോക്കി. 18 മാസത്തെ കുടിശ്ശിക. അപ്പൊ ഞങ്ങൾ ആദ്യം എടുത്ത തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കുക. 2016 ആ 18 മാസത്തെ കുടിശ്ശികയും കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചു. പിന്നെ മെല്ലെ വർധനവ് തുടങ്ങി. ആ വർധനവ് എവിടം വരെ എത്തി? 1600 നിന്നു. എത്ര പേർക്ക്? 60 ലക്ഷം പേർക്ക്. അത് മാസം തോറും കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടി കമ്പനി രൂപീകരിച്ചു. കൃത്യമായി ആ പെൻഷൻ കൊടുത്തു വന്നു. അപ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റ് അതിന് തടസ്സമായി മാറിയത്. ആ കമ്പനി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ വായ്പയായി കണക്കാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിൽ തടസ്സം വന്നു. അതോടൊപ്പം പലതരത്തിലുള്ള നിബന്ധനകൾ നമ്മുടെ സാമ്പത്തിക രംഗത്തെ ഞെരുക്കുന്ന, സാമ്പത്തികമായി സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന ഒട്ടേറെ നിബന്ധനകളുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നു. ഒരു സംസ്ഥാനം അതിൻ്റെ വരുമാനം കണ്ടെത്തുന്നത് സംസ്ഥാനത്തിൻ്റെതായ സ്വന്തം വരുമാനം കൊണ്ട് മാത്രമല്ല. സ്വന്തം വരുമാനത്തിൻ്റെ കാര്യം ഞാൻ പിന്നീട് പറയാം. അതിൽ അഭിമാനകരമായ വളർച്ചയാണ് നാം നേടിയിട്ടുള്ളത്. എന്നാൽ അതോടൊപ്പം നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് വിഹിതം നൽകേണ്ടതുണ്ട്. അതൊരു ഔദാര്യമല്ല, ഓരോ സംസ്ഥാനത്തിൻ്റെയും അവകാശമാണ്. നമുക്ക് അവകാശപ്പെട്ട വിഹിതം കേന്ദ്ര ഗവൺമെൻറ് തരാത്ത സമീപനമെടുത്തു. നമുക്ക് ഏതെല്ലാം തരത്തിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നാണ് നോക്കിയത്. കേന്ദ്രവും സംസ്ഥാനവും കൂടി ചെലവിടുന്ന
പദ്ധതികളുണ്ട്. അതിൽ സംസ്ഥാനം ആദ്യം ചെലവിടും. പക്ഷേ കേന്ദ്രം നൽകേണ്ട തുക കൃത്യമായി നൽകാത്ത അവസ്ഥയെടുത്തു. എല്ലാറ്റിലും സംസ്ഥാനത്തെ ഞെരുക്കുക എന്നതായിരുന്നു നയം. അതേ ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വായ്പ എടുക്കേണ്ടതുണ്ടായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളും വായ്പയെടുക്കും. വായ്പയെടുക്കാൻ നിയതമായ മാനദണ്ഡമുണ്ട്. പക്ഷേ നമ്മുടെ കാര്യത്തിൽ ആ മാനദണ്ഡങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടു. നമുക്ക് വായ്പാ പരിധി ഏകപക്ഷീയമായി വെട്ടിക്കുറച്ചു. ഒരു കാരണം മാത്രം, നമ്മെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന വാശി, ഒരു പ്രത്യേക വിരോധം, ഒരു നാടിനോടും ജനങ്ങളോടും വെച്ച് പുലർത്താൻ പാടില്ലാത്ത വിരോധം കേന്ദ്ര ഗവൺമെന്റ് പുലർത്തുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി നാം വലിയ പ്രയാസത്തിലായി. ആ പ്രയാസമുള്ള ഘട്ടത്തിൽ ചില മാസങ്ങൾ ഈ പറഞ്ഞ പെൻഷൻ ഞങ്ങൾ എത്ര ആഗ്രഹിച്ചിട്ടും നൽകാൻ കഴിയാത്ത അവസ്ഥ വന്നു. പക്ഷേ പിന്നീട് നാം അത് തിരിച്ചു പിടിച്ചു. അത് അസംബ്ലിയിൽ തന്നെ വ്യക്തമാക്കി. കൃത്യമായി ഓരോ മാസവും പെൻഷൻ ഇപ്പോൾ നൽകി വരികയാണ്. അതിൻ്റെ ബാക്കിയായ ഗഡുക്കൾ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിവേഗതയിൽ തന്നെ പൂർണ്ണമാകുന്ന അവസ്ഥയിലാണ് കിടക്കുന്നത്. എല്ലാം കൃത്യമായി ഓരോ മാസവും നൽകണമെന്ന നിർബന്ധത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, കേരളത്തിലെ നിസ്സഹായരായ ഒരു പറ്റം ജനങ്ങൾ, നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹോദരങ്ങൾ, അവർക്ക് വീടൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോകുന്നു. LDF ചർച്ച ചെയ്തു, ആ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുകൊണ്ട്. അങ്ങനെയാണ് ലൈഫ് പദ്ധതി LDF രൂപം കൊടുക്കുന്നത്. LDF സർക്കാർ അത് പ്രഖ്യാപിച്ചു. ആ ലൈഫ് പദ്ധതിയിലൂടെ ഇപ്പോ 4.5 ലക്ഷത്തിലധികം വീടുകൾ പൂർണ്ണമായി കഴിഞ്ഞു. അത്രയും വീടില്ല ആളുകൾ പാർക്കുകയാണിപ്പോൾ. ബാക്കിയുള്ള വീടുകള് അതിവേഗം പൂർത്തീകരിക്കാൻ പോകുന്നു. ഇതാണ് അവസ്ഥ. നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ നല്ലൊരു ഭാഗം സ്വന്തം ഭൂമിയിൽ പട്ടയം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കാര്യം LDF അതീവ പ്രാധാന്യത്തോടെയാണ് എടുത്തത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ച് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തോടെ 4 ലക്ഷത്തിലധികം പട്ടയം ഈ 9 വർഷം കൊണ്ട് കൊടുത്തു തീർത്തിരിക്കുന്നു. ഇതെല്ലാം ജനങ്ങളെ കണ്ടുകൊണ്ട് LDF സർക്കാർ സ്വീകരിച്ച നടപടികളാണ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെയാണ് ഈ കാണുന്ന തരത്തിലുള്ള പല പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞത്? ഇന്ന് കേരളത്തിൽ എവിടെ നോക്കിയാലും വലിയ തോതിലുള്ള വികസന രൂപങ്ങൾ കാണാം. അതിനെല്ലാം ഇടയാക്കിയത് 2016 LDF അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടത്ര പണമില്ലാലോ എന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ആ പണം കണ്ടെത്തുന്നതിനായി ഒരു പുതിയ മാർഗം സ്വീകരിച്ചു. അങ്ങനെയാണ് ഒരു നിയമനിർമ്മാണത്തിലൂടെ നിലവിലുള്ള കിഫ്ബിയെ പുനർനിർമ്മിക്കുന്നത്. ആ നിയമമാറ്റത്തിലൂടെ കിഫ്ബി യാഥാർത്ഥ്യമാകുമ്പോൾ നാം ഉദ്ദേശിച്ചത് കിഫ്ബിയിലൂടെ ഒരു ധനസ്രോതസ് ഉണ്ടാക്കി നാടിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്നുള്ളതാണ്. എന്നാൽ നിർഭാഗ്യകരമായ എതിർപ്പാണ് അതിന് നേരെ ഉയർന്നത്. വലിയ എതിർപ്പ്, വലിയ പരിഹാസം. എന്താണ് സംഭവിച്ചത്?
കിഫ്ബി 2016 പറഞ്ഞു, ഗവൺമെന്റ് പറഞ്ഞു ഈ 5 വർഷം 50,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നാട്ടിൽ ഏറ്റെടുക്കുക എന്ന്. 2021 ആയപ്പോ 50 അല്ല 62,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കിഫ്ബി മുഖേന ഏറ്റെടുക്കാൻ നമുക്കായത്. ഇപ്പോ അത് 90,000 കോടി രൂപയുടേതാണ്. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാമെന്നുള്ളതല്ലേ നില. നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ, സ്കൂളിൽ വന്ന വികസനങ്ങൾ, നമ്മുടെ ആശുപത്രിയിൽ വന്ന മാറ്റങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, നമ്മുടെ റോഡുകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, ഓവർ ബ്രിഡ്ജുകൾ, വിവിധ പദ്ധതികളുടെ ഭാഗമായി വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അങ്ങനെ വിവിധ പദ്ധതികളിലൂടെ കിഫ്ബി നമ്മുടെ 5,600 കോടി രൂപ നാഷണൽ ഹൈവേക്ക് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ആ പണം കിഫ്ബിയിൽ നിന്ന് എടുത്തതാണ്. ഇങ്ങനെ എന്തെല്ലാം. അപ്പോ നമുക്കിതെല്ലാം നല്ല കാര്യമായി തോന്നുമെങ്കിലും, കാരണം നമ്മളെല്ലാവരും നാടിൻ്റെ വികസനം ആഗ്രഹിക്കുന്നവരാണല്ലോ. നാടിൻ്റെ വികസനം വന്നുകൂടാൻ ചിന്തിക്കുന്നവരുണ്ടല്ലോ, നാട് വികസിക്കാൻ പാടില്ല ചിന്തിക്കുന്നവരുണ്ടല്ലോ, ഇതവിടെ കിടക്കട്ടെ പുറകോട്ട് പോകട്ടെ എന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ. അവർക്കിതിനോട് പൊരുത്തപ്പെടാനായില്ല. ആ പൊരുത്തപ്പെടായ്മ കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുണ്ടായി. അവർ പറഞ്ഞു കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാർ എടുക്കുന്ന വായ്പയായി കണക്കാക്കും. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിങ്ങളെ കയ്യിൽ, കേന്ദ്രത്തിന്റെ കയ്യിൽ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള കുറേ സ്ഥാപനങ്ങളുണ്ട്, അതിലെല്ലാം പേര് പറഞ്ഞു, ഇത്തരം സ്ഥാപനങ്ങളുണ്ടല്ലോ, അവയൊന്നും വികസനത്തിന് വേണ്ടി, ആ മേഖലയിലുള്ള വികസനത്തിന് വേണ്ടി എടുക്കുന്ന പണം ഇന്ത്യ ഗവൺമെന്റിന്റെ വായ്പയായി കണക്കാക്കുന്നില്ലല്ലോ. അതിനുത്തരമില്ല. നാം എല്ലാവർക്കും അറിയാം, അവസാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്ത് നിലവന്നപ്പോ അവിടെ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു കിഫ്ബിക്ക് സ്വന്തമായ വരുമാന മാർഗമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തിട്ടുള്ളത്. ഒരു തൊടുന്യായം. ഇതാണ് നമ്മളോട് സ്വീകരിക്കുന്ന സമീപനം എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. നമ്മൾ കാണേണ്ടത് 2016 ശേഷമുള്ള കാലയളവെടുത്താൽ കേരളം പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല നടപ്പാക്കേണ്ടി വന്നത്. സ്വാഭാവികമായും പ്രകടന പത്രിക പുറത്തുള്ള ചില കാര്യങ്ങൾ വരും. പക്ഷേ ഇവിടെ നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. നിപ്പയും ഓഖിയും 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയവും 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ശ്വാസം കഴിക്കാൻ നേരം കിട്ടുന്നതിന് മുൻപ് ലോകത്തെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരിയും. ഒരു നാട്, നമ്മുടേതുപോലുള്ള ഒരു നാട് തകർന്നു പോകാൻ, പൂർണ്ണമായും തകർന്നു പോകാൻ ഇതിൽ പരം എന്ത് വേണം? ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ ഭരണഘടന പറയുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ആ സംസ്ഥാനത്തെ സഹായിക്കണം. കൃത്യമായുള്ള ഭരണഘടനാ വ്യവസ്ഥയാണ്. രാജ്യത്തെല്ലായിടങ്ങളിലും സഹായം നൽകിയിട്ടുണ്ട്. നമുക്ക് മാത്രം സഹായമില്ല. 2018 മഹാപ്രളയം കേരളം തകർന്നുപോയി എന്നെല്ലാവരും കണക്കാക്കിയ ഘട്ടം നാം സഹായം പ്രതീക്ഷിച്ചു, സഹായം ലഭിച്ചില്ല. ചില്ലിക്കാശ് സഹായിക്കാൻ തയ്യാറായില്ല. നമ്മുടെ ദുരവസ്ഥ കണ്ട് സഹായിക്കാൻ തയ്യാറായ ചില രാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നു. ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു. ആര് പറഞ്ഞു? നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു. ഇതേ നരേന്ദ്രമോദി നേരത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. ആ കാലത്ത് ഗുജറാത്ത് ഒരു വലിയ ദുരന്തം നേരിട്ടു. ആ ദുരന്തത്തെ ആ നാട് അതിജീവിക്കുന്നതിനായി രാജ്യം വലിയ തോതിൽ സഹായിച്ചു.
അതിനു പുറമെ രാജ്യത്തിന് പുറത്തു നിന്നും സഹായം വന്നു, അതും സ്വീകരിച്ചു. അതെല്ലാം സ്വീകരിച്ച് അവിടുത്തെ പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനും നേതൃത്വം കൊടുത്ത അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രധാനമന്ത്രിയായപ്പോ ആ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളം ദുരിതം നേരിട്ടപ്പോ പറയാണ്, ഞങ്ങൾ പണം വാങ്ങില്ല, ഞങ്ങൾ സ്വീകരിക്കില്ല. നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിന് അത് നിഷേധിച്ചു? അതിന് മറുപടിയില്ല. നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞു പോയാൽ ഒരുപാടായതുകൊണ്ട് വളരെ കൂടുതലായി ഞാൻ അങ്ങോട്ട് അധികമായിട്ട് പോകുന്നില്ല. പക്ഷേ നാം ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ. എന്തൊരു മാനസികാവസ്ഥയാണ് എന്ന്. കയ്യിൽ കാശില്ല, ഗവൺമെന്റ് എന്ത് ചെയ്യണമെന്ന് എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. അപ്പോ നമ്മുടെ നാട്ടിലെ ജീവനക്കാരോട് ഗവൺമെന്റ് ഒരു അഭ്യർത്ഥന, നിങ്ങൾ അവർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കുറച്ച് ദിവസത്തെ ശമ്പളം വായ്പയായി സർക്കാരിന് നൽകണം. അത് സർക്കാർ തിരിച്ചു നൽകും. പൊതുവെ ജീവനക്കാർ സ്വാഗതം ചെയ്തു. പക്ഷെ വന്നല്ലോ ഭിന്നസ്വരം, എതിർ സ്വരം. കോൺഗ്രസും UDF-ഉം അതിന് എതിർത്തല്ലോ, കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ, എതിർത്ത് കോടതിയിൽ പോയല്ലോ. എന്താണ് അതിന്റെ പിന്നിലുള്ള ചേതോവികാരം? കേരളത്തിന് ആവശ്യമായ സഹായം നൽകാതെ അതെല്ലാം നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോ ആ കേന്ദ്ര ഗവൺമെന്റ് നടപടിയെ ഒരു വാക്കാലെങ്കിലും ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ കോൺഗ്രസോ UDF-ഓ തയ്യാറായോ? എന്തേ ആ ഘട്ടത്തിൽ കേന്ദ്രത്തിനോടൊപ്പം ചാരി നിന്നത്? BJP-ക്ക് കേരളത്തോടുള്ള വിരോധം മനസ്സിലാക്കാം. കോൺഗ്രസിനും UDF-നും എന്തുകൊണ്ട് അതേ വികാരം വന്നു, അതേ വിരോധം വന്നു? നിങ്ങൾ ഒരേ മനസ്സോടെ LDF-നെ എതിർക്കാനാണ് പുറപ്പെട്ടത്. LDF-നെ അല്ല എതിർത്തത്, നാടിനെയാണ്. നാടിന്റെ പുരോഗതിക്ക് തടസ്സമായ നിലയാണ് സ്വീകരിച്ചത്. ഇതെല്ലാം നമുക്ക് അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ നമ്മൾ അവിടെ തകർന്നു പോയോ? രാജ്യവും ലോകവും അത്ഭുതപ്പെടുമാറാണ് നാം അതിജീവിച്ചു വന്നത്. എങ്ങനെ ഈ കേരളം ഇത്തരത്തിൽ അതിജീവനം നേടി എന്നതാണ് ലോകം ആശ്ചര്യപ്പെട്ടു നോക്കിയത്. നമുക്കതിൽ ആശ്ചര്യമില്ല. കാരണം നാടും ജനങ്ങളും കാണിച്ച ഐക്യവും ഒരുമയും അതാണ് നമ്മുടെ കരുത്ത്. അതുകൊണ്ടാണ് നമുക്ക് ഈ നില കൈവരിക്കാൻ കഴിഞ്ഞത്. അസാധ്യമായതൊന്നുമില്ല എന്ന നില ഉണ്ടാക്കിയത് ഈ ഒരു ഒരുമയും ഐക്യവുമാണ് എന്നതാണ് നാം കാണേണ്ടത്.